ഭരണ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കാനുള്ള സെക്രട്ടറിമാരുടെ യോഗമായിരുന്നു. ആ യോഗത്തിൽ അനേകം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അത് സംബന്ധിച്ച് അത് മദ്യനയവുമായി ബന്ധപ്പെട്ട യോഗമല്ല എന്ന കാര്യം ചീഫ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ടൂറിസം ഡയറക്ടർ സംഘടിപ്പിച്ച ഒരു യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അതും പതിവായി നടക്കുന്ന, റുട്ടീനായിട്ട് നടക്കുന്ന ഇൻഡസ്ട്രി കണക്ട് യോഗങ്ങളുടെ ഭാഗമാണ്. മദ്യവ്യവസായവും ടൂറിസം വ്യവസായവും തമ്മിലുള്ള ബന്ധം കേരളത്തിൽ എല്ലാ സർക്കാരുകളും ഇതിനു മുമ്പ് കണക്കിലെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പതിവായി നടക്കുന്ന ഒരു യോഗം, ഡയറക്ടർ തലത്തിൽ മാത്രം നടന്ന ഒരു യോഗം, അതിനെ സംബന്ധിച്ച് ഡയറക്ടറും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല എന്നുള്ള കാര്യവും ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രിയും അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു മാസമായി സർക്കാർ പ്രാഥമിക നടപടി പോലും സ്വീകരിക്കാത്ത മദ്യനയത്തെക്കുറിച്ച് നിരന്തരമായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ആ വാർത്തകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു വാട്സാപ്പ് വോയിസ് ക്ലിപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. ആർക്ക് എന്നില്ലാതെ ഒരാൾ മദ്യനയത്തിൻ്റെ പേരിൽ പണം ആവശ്യപ്പെടുന്ന വാട്സാപ്പ് വോയിസ് ക്ലിപ്പാണ് വന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സർക്കാർ ശക്തമായ നടപടിയെടുത്തു. എൻ്റെ ഓഫീസ് തന്നെ DGPക്ക് അത് സംബന്ധിച്ച് പരാതി കൊടുത്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്വേഷണം നടക്കുന്നില്ല എന്ന നോട്ടീസിലെ പരാമർശവും അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് ഇല്ലാത്ത ഒരു മദ്യനയത്തിൻ്റെ പേരിൽ പ്രാഥമിക നടപടികൾ പോലും സർക്കാർ ആരംഭിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഇവിടെ അവതരണാനുമതി തേടിയിട്ടുള്ള ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന കാര്യം സഭയെ അറിയിക്കുകയാണ്.